ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിതാ ഈ സോയാബീൻ ഉപയോഗിച്ച് നല്ല അടിപൊളി ചിക്കൻ കറി പോലും തോറ്റു പോകുന്ന തരത്തിലുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ലൈഫ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. നമുക്ക് ആദ്യം ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ പരിപാടി വെള്ളം തിളപ്പിച്ചെടുക്കലാണ്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് കാത്തുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം അതാ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ വെള്ളം കുറച്ച് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സോയാബീനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി വരുന്നത്. വെള്ളത്തിന് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ബാക്കി വെള്ളം നമ്മൾ ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇത് എന്തിനാണെന്ന് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമ്മൾ സോയാബീനിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ കിടക്കട്ടെ. നല്ല പോലെ ഒന്ന് ഇതിൽ കിടന്ന് കുതിർന്ന് വരണം. ഒരു 10 മിനിറ്റ് സമയം ഈ ചുടുവെള്ളത്തിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. നമ്മൾ നേരെ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ആ ചൂടായതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പെരുംജീരകം, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട തുടങ്ങിയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്, നമുക്ക് കണ്ടാലറിയാം. നമ്മൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മസാലകൾ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. നമ്മൾ പെരുംജീരകം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പൊടിക്കല്ല, ചതക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാലയെല്ലാം നമ്മുടെ ഗ്രാമ്പൂ, അതുപോലെ തന്നെ പട്ട എല്ലാം സെറ്റായിട്ടുണ്ട്. സെറ്റായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കാം. നല്ല പോലെ ഇളക്കിയിട്ട് നമുക്ക് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി ഇതിൻ്റെ കളറൊന്ന് മങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് കളർ മങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ 2 സവാള ചേർത്ത് കൊടുക്കുകയാണ്. വെളിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി ഈ വെളിച്ചെണ്ണ കിടന്ന് നല്ല പോലെ ഒന്ന് നമ്മൾ വാട്ടിയെടുക്കണം. ഇത് ഏകദേശം കളർ പോകുന്ന വിധത്തിൽ സാധാരണ എല്ലാ കറിക്കും നമ്മൾ വാട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെ വാട്ടിയെടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നെ അരിനേരം ഈ രീതിയിലോ അല്ലെങ്കിൽ ഇനിയും ചെറുതാക്കി അരിയണമെങ്കിൽ ആ രീതിയിലൊക്കെ അരിയാൻ പറ്റും. അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ഏതായാലും ഇതൊന്ന് വാട്ടിയെടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത്. നമുക്ക് ഏതായാലും ഇതൊന്ന് വാടി കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉള്ളി ചെറുതായൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നീളങ്ങനെ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ഇളക്കിയ മാതിരി തന്നെ ഇളക്കുക. ഇനി നമ്മൾ ഉള്ളി മുഴുവനായിട്ട് വാടി വന്നതിന് ശേഷമാണ് നമ്മുടെ പരിപാടി. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി അടുപ്പത്ത് കിടന്ന് സെറ്റ് ആവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇപ്പുറത്തു തന്നെ നമ്മൾ നേരത്തെ ചുടുവെള്ളത്തിലിട്ട സോയാബീൻ അത്യാവശ്യം ആയിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സോയാബീൻ മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റാം. നമ്മൾ 100 ഗ്രാം സോയാബീനാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം സോയാബീനിലേക്ക് വേണ്ട മാതിരിയാണ് ബാക്കി എല്ലാ സാധനങ്ങളെയും അളവ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ മുഴുവൻ സോയാബീൻ നല്ല പോലെ ഒന്ന് വെള്ളമൊക്കെ പോക്കി സെറ്റാക്കി മാറ്റി വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ മുഴുവൻ നമ്മുടെ സോയാബീനും നല്ല പോലെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും ആ സമയം കൊണ്ട് അത്യാവശ്യം ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ആദ്യം തന്നെ 1 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല കുറച്ച് മതി കേട്ടോ. 1 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു
1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചെറിയ സ്പൂണാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 1.5 ടീസ്പൂൺ. നമ്മൾ വലിയ സ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ. നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് നിങ്ങളെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ മസാല ഒന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കുക. എന്നിട്ട് നമ്മൾ മൊത്തമായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് സെറ്റാക്കുക. നല്ല പോലെ ഇളക്കുക. മസാല നമ്മുടെ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി റെഡിയാക്കുക. നമ്മൾ ഒരു 2-3 മിനിറ്റ് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പൊടികളെയും ഒക്കെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വരും, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഗൈസ്, നമ്മുടെ മസാല നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 3 തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് സമയം കൂടി നല്ലപോലെ ഇളക്കണം. തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിനിടയിൽ തക്കാളി ആവുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പില കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കുക. ഗൈസ്, ഇപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം അടുപ്പത്ത് കിടന്ന് നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ സോയാബീൻ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം ഉണ്ടാക്കിയതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ചധികം ചുടുവെള്ളം ഒന്നിച്ചുണ്ടാക്കിയത് ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് കറിക്ക് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തീ കൂട്ടിയിടുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത്. നമ്മളിപ്പോൾ തീ നല്ല പോലെ കൂട്ടിയിടുകയാണ്. കൂട്ടിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യം വല്ലാതെ ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതിപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി ഇത് ഇവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരണം. ആ വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിത് വേവുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്, ആയിട്ടില്ല. നമ്മളൊരു 7 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് അടുപ്പത്ത് കിടന്ന് വേവിക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും നേരത്തെ പോലെ തന്നെ അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളൊരു 7 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക് പൊടി ഉണ്ട്, ഒരു 1/2 ടീസ്പൂൺ. നിങ്ങളെ എരിവിനൊക്കെ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ നമ്മളൊന്ന് ഇളക്കുന്നുണ്ട്. നല്ല ചിക്കൻ കറീൻ്റെ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മൾ അടുപ്പ് ഓഫായിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത് സെറ്റ്
ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ.